രണ്ട് US വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിലെ ഒരു വൈമാനികനെ കാണാതായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ നീക്കം ഉണ്ടായത്. ഇറാന്റെ ശേഷി പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് ഇത്തരം പോർ വിമാനങ്ങൾ വീഴുകയും നമുക്കറിയാം ആദ്യമായാണ് ഇത്തരത്തിൽ പോർ വിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ വെടിവെച്ചിടാൻ അവർക്ക് സാധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. F-15 ഈ വിമാനവും വാട്ട് ഹോഗ് A-10 വിമാനവും തകർന്നെന്നും ഹെലികോപ്റ്ററുകൾ ആക്രമിക്കപ്പെട്ടതുമായുള്ള വാർത്തകൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. 24 മണിക്കൂറിനുള്ളിലാണ് ഈ രണ്ട് വിമാനങ്ങളും ഇറാൻ അതിർത്തിക്കുള്ളിൽ വെടിവെച്ചിടുകയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായത്. ഇറാന്റെ മണ്ണിൽ US സേനാ വിമാനം തകർന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായാണ്. ഇതിൽ ഒരു വൈമാനികനെ US സ്പെഷ്യൽ ഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തുകയുണ്ടായി. മറ്റേ ആൾക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ടാമത്തെ പൈലറ്റിനെയും കണ്ടെത്താനായി എന്നുള്ളതാണ്. ഇറാൻ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിനും മറ്റും ഏതാണ്ട് $66 ലക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം ഇറാൻ പറഞ്ഞത് അമേരിക്കക്കാരെ കണ്ടാൽ ഉടൻ വെടിവെക്കുക എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ഇത്തരമൊരു നിലപാടിലേക്ക് വന്നതോടുകൂടി ഈ പൈലറ്റിനെ വെച്ച് വിലപേശാനുള്ള യുദ്ധതന്ത്രം തിരിക്കാനുള്ള ശ്രമമാണോ എന്നുള്ള വിവരങ്ങളൊക്കെ അത്തരം ആശങ്കകളൊക്കെ അമേരിക്ക പങ്കുവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ അടക്കം ആയുധങ്ങളുമായി തിരച്ചിലിറങ്ങുന്നതിനിടയിലാണ് ഈ പൈലറ്റിനെ കണ്ടെത്താനായി എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ റവല്യൂഷണറി ഗാർഡ് അടക്കം തിരച്ചിൽ ശക്തമായി തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും പുതിയ വിവരം ഇതുതന്നെയാണ്. ഈ പൈലറ്റിനെ കണ്ടെത്താനായി. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് വി വിനോദിലേക്ക് ഒന്ന് പോകണം. വിനോദ്, ഒരുപക്ഷെ നേരത്തെയും ഇത്തരം വിലപേശൽ തന്ത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പൈലറ്റിനെ കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ വെച്ച് വിലപേശി യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോലും ഒരുപക്ഷെ ഇറാന് സാധിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളത് നിർണായകമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാമത്തെ പൈലറ്റിനെയും കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട്. 2 വിമാനങ്ങളാണ് തകർന്നു വീണത്. ഇതിൽ ആദ്യത്തെ പൈലറ്റിനെ നേരത്തെ തന്നെ അമേരിക്കൻ സൈന്യം രക്ഷിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പൈലറ്റിനെ കൂടി അമേരിക്കൻ സേന കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ചില മാധ്യമങ്ങൾ, അൽ ജസീറ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വരാനുണ്ട്. ഇറാനുമായി വലിയ ഒരു വാർ ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുത്ത യുദ്ധം തന്നെ അല്ലെങ്കിൽ കടുത്ത പോരാട്ടം വേണ്ടി വന്നു ഈ കണ്ടെത്തലിന് വേണ്ടി എന്നതാണ്. കണ്ടെത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി 2 രാജ്യവും അഹോരാത്ര പ്രവർത്തനമാണ് നടത്തിയത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു, പൈലറ്റിൻ്റെ ജീവൻ വെച്ച് വിലപേശിയാൽ ഇറാനെ തീർക്കും എന്ന തരത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ അവരുടെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു. എന്നാൽ ഇറാൻ വലിയ സമ്മാന തുകയാണ് മുന്നോട്ട് വെച്ചത്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 62 ലക്ഷം ഈ പൈലറ്റിനെ കണ്ടെത്തുന്ന ആളിന് നൽകും. ആദ്യം ജീവനോടെയോ അല്ലാതെയോ എന്ന ഒരു അറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇറാൻ മാധ്യമം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ അതിൽ മാറ്റം വരുത്തി ജീവനോടെ കണ്ടെത്തണം, അതിനാണ് ഒരു താല്പര്യം എന്ന നിലയ്ക്കുള്ള ഒരു അറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നു. തീർച്ചയായും നമുക്കറിയാം അങ്ങനെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈലറ്റിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുക, വിശദമായി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ വലിയ പീഡനങ്ങൾക്ക്, വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുക, ഇതെല്ലാം തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത്തരമൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായതും. ഇപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു അമേരിക്കൻ പൈലറ്റിൻ്റെ ജീവൻ്റെ പേരിൽ ഇരു രാജ്യങ്ങളും വീണ്ടും ഈ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന നിലയിലേക്ക് പോയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് തിരച്ചിൽ ദുഷ്കരമായിരുന്നു. കാരണം കുവൈറ്റിൻ്റെ ഭാഗത്താണ് പൈലറ്റ് പറന്നിറങ്ങിയത്. കാരണം ഈ വിമാനത്തിന് അപകടം ഉണ്ടാകുമ്പോൾ തന്നെ പൈലറ്റ് അതിൽ നിന്ന് ഇജക്റ്റ് ആയിരുന്നു. അത് പുറത്തേക്ക് പൈലറ്റ് പാരച്യൂട്ടിൽ പുറത്തേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ അത് ഇറാഖ് ടെലിവിഷനാണ് പുറത്തുവിട്ടത്. ഇറാഖിലുള്ള മാധ്യമങ്ങളാണ് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. ഇറാഖുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. ആദ്യമായാണ് ഇറാൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു F-15 വിമാനം വീഴുമ്പോൾ, അല്ലെങ്കിൽ A-10 തണ്ടർബോൾട്ട് എന്ന അവരുടെ ഏറ്റവും അഭിമാനകരമായ യുദ്ധവിമാനം, 2 വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാൻ്റെ മണ്ണിൽ വീഴുമ്പോൾ നേരത്തെ അത് ഇറാഖുമായി യുദ്ധമുണ്ടായിരുന്നപ്പോഴാണ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം അവിടെ തകർക്കാൻ ഇറാഖ് സേനയ്ക്ക് കഴിഞ്ഞത് എന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ അമേരിക്കയുടെ വിമാനം
തകർന്നു വീഴുന്നത് അല്ലെങ്കിൽ തകർക്കുന്നത് ശത്രു സൈന്യം തകർക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇത് അഭിമാനക്ഷതമുണ്ടാക്കിയ ഒരു കാര്യമാണ്. മാത്രമല്ല നേരത്തെ കുവൈറ്റിൽ 2 വിമാനങ്ങൾ തകർന്നു വീണിരുന്നു. അന്ന് അമേരിക്ക വിശദീകരണമായി നൽകിയത് അത് കുവൈറ്റ് സൈന്യത്തിൻ്റെ തെറ്റായ ഒരു പ്രഹരമായിരുന്നു എന്നതാണ്. ശത്രു വിമാനമെന്ന് കരുതി കുവൈറ്റ് സേന ആ വിമാനത്തെ തകർത്തതാണ് എന്ന വിവരമാണ് വന്നത്. പക്ഷേ അപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവകാശവാദമുണ്ടായിരുന്നു, തങ്ങളാണ് ആ വിമാനം വീഴ്ത്തിയതെന്ന. ഇപ്പോൾ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അമേരിക്കൻ സേനയുടെ തിരച്ചിലുണ്ടായിരുന്നു. 2 ഹെലികോപ്റ്ററുകൾ ഇറാൻ സേന വെടിവെച്ചു. അതിൽ കേടുപാടുകൾ പറ്റിയെന്ന വിവരങ്ങൾ വന്നിരുന്നു. അത് തകർന്നു വീണില്ല, പക്ഷേ ആ ഹെലികോപ്റ്ററുകൾക്ക് നേരെ വെടിവയ്പുണ്ടായി എന്ന ചില വിവരങ്ങളും. തീർച്ചയായും അത് വിനോദ്, നമ്മൾ നേരത്തെ ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ പൈലറ്റിനെ ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെയും സമാനമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിലപേശലിനായി ഈ പൈലറ്റിനെ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് നേരത്തെയും ഇറാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ആശങ്കയിലാക്കിയത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് എത്തിക്കാനോ ഒരുപക്ഷെ അമേരിക്കയെ പ്രേരിപ്പിക്കാവുന്ന ഒരു സംഗതിയായി ഇത് മാറിയേനേയും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും അത് ഒഴിവായി എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ആശ്വാസകരവുമായ കാര്യമായിരിക്കുന്നത്. പക്ഷേ ഈ പൈലറ്റിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചോ എവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത് സംബന്ധിച്ചോ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ലല്ലോ വിനോദ്. ഒപ്പം ഇറാൻ്റെ മണ്ണിൽ കയറിയാണ് അമേരിക്കയുടെ സേന ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ തിരച്ചിലും മറ്റും നടത്തുകയും ഇയാളെ കണ്ടെത്തുകയും മറ്റും ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും സുപ്രധാനമായൊരു വിവരമാണ്. കാരണം ഈ തീർപ്പ് ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും അതുണ്ടാകാതെ യുദ്ധം തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ 2 വിമാനങ്ങൾ തകർന്നു വീണത്. അത് ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇറാൻ്റെ ആക്രമണത്തിലാണ് ഈ വിമാനങ്ങൾ വീണതെന്ന്. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ 2 വിമാനങ്ങളും വീഴ്ത്തിയത് ഇറാൻ തന്നെ എന്നതിൽ സംശയമില്ല. മാത്രമല്ല ഈ രണ്ടാമത്തെ പൈലറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇരു രാജ്യങ്ങളും പോയത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് വിമാനം വീണു എന്നത് വലിയ ക്ഷതം എന്നതിനപ്പുറത്തേക്ക് പൈലറ്റിനെ ഇറാൻ പിടികൂടിയാൽ പിന്നീട് ഒരുപക്ഷെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആ പൈലറ്റിന് നേരെ എന്തെല്ലാം നടപടികളുണ്ടാകും എന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു സേനാ രീതി അനുസരിച്ചൊക്കെ അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല വിവരങ്ങൾ ചോരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിമാനങ്ങൾ പറന്നെത്തുന്ന സ്ഥലം, അത് മറ്റ് ഈ F-15 പോലുള്ള മറ്റ് വിമാനങ്ങൾ കൂടിയുണ്ട്. ഇതേ ഗണത്തിൽപ്പെട്ട വിമാനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ A-10 തണ്ടർബോൾട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതോടൊപ്പം തകർന്ന മറ്റൊരു വിമാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, നമുക്കറിയാം ഇറാനിലേക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള വിമാനങ്ങൾ പറന്നു വരുന്നത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാകും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്കയെ ഇപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഈ സബ്മറൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇറാൻ്റെ നാവികസേനയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ശേഷി, അതിൻ്റെ ഒരു കണക്ക് അമേരിക്കയുടെ പക്കലില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അതാണ് അമേരിക്ക ആശങ്കയുണ്ടാക്കുന്നത്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് പ്രാദേശികമായി നിർമ്മിച്ച, അതായത് ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച മജീദ് യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകളെയും ഇത്തരം വിമാനങ്ങളെയും ഒക്കെ ഇറാൻ അടിച്ചിട്ടത് എന്നുള്ള വിവരം കൂടിയാണ്. അത് നമുക്കറിയാം, മജീദ് വ്യോമവേധ മിസൈൽ ഉപയോഗിച്ചാണ് എന്നുള്ള കണ്ടെത്തൽ പ്രധാനമാണ്. അത്യാധുനികമായ അമേരിക്കൻ